ജിൻഡോപ്പൻ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഇട്ട് കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ മിക്കവാറും അണ്ണനെ രക്ഷിക്കാനായിട്ട് തമ്പി വരുന്ന ഒരു സീൻ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രതീഷ് തിരിച്ചു കയറുന്നു എന്നാണ് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്നലെ ജാസ്മിനും ജിൻഡോയും കൂടെ ജയിലിൽ കയറിയിട്ടുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തുവാടെ ഇവള് കാണിക്കുന്ന, സത്യം പറഞ്ഞ ഇവൾ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ അങ്ങ് കാണിക്കുക. അവിടെ കിടന്ന വായി തോന്നുന്ന പേര് വിളിക്കുക. അവളെന്തോ വലിയ, അതായത് അവളെ വലിയ വേറെ ആരും അവിടെ ഇല്ല. അതായത് അവളെന്തോ മഹാസംഭവമാണ്. അവൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വളരെ പുണ്യ പ്രവർത്തികളാണെന്നുള്ള ഒരു രീതിയിലാണ് അവളുടെ ഒരു മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ജിൻഡോ അടിക്കുന്നത്. അതിനകത്തുള്ള ഒരു മനുഷ്യരും ഇതിനെ പറ്റി ചോദിച്ചില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. ഇവന്മാരൊക്കെ എന്തിനാണെന്ന് ഒന്നും അതിനകത്തോട്ട് കെട്ടിയെടുത്ത് പോയത്. സായിയുടെയൊക്കെ ഒരു കേസ് പറയാം. സായിയൊക്കെ വണ്ടിക്കകത്തിരുന്ന് എന്തോ വലിയ രീതിയിൽ അങ്ങ് മലമറിക്കും. അവൻ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ അവൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളും കണ്ട. ഇവനൊക്കെ അതിനകത്ത് ചെന്ന് എന്തോ കാണിക്കുന്നത്. സായി എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ. പക്ഷെ അവൻ പോകാൻ നേരത്ത് വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പോയത് അളിയ ഞാൻ പോകുന്ന കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് വാ തുറക്കണേന്നും പറഞ്ഞ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണേന്ന്. ഇവൻ അവിടെ ചെന്ന് ഗബ്രിക്ക് മാല ഇട്ടപ്പം തൊട്ടേ അവൻ്റെ ഇടപാട് തീർന്നത്. പിന്നെ പുറത്തെ കുറച്ച് കാര്യങ്ങളും വന്ന് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അത് മൈൻഡ് ഗെയിം ആണ്. അതും കഴിഞ്ഞിപ്പം പുതിയതായിട്ട് വേറൊരുത്ത അതിനകത്ത് നിന്ന് കയറിയിട്ടുണ്ട്. സിജോയെ നമ്മുടെ ഫ്രണ്ട്. ഇതിനകത്തുള്ള ഏകദേശം മിക്ക ആൾക്കാരെ അറിയാവുന്നതാ. സിജോ അവിടെ ചെന്ന് റോക്കിയുടെ കയ്യിൽ നിന്ന് ഇടിയും കിട്ടി, എല്ലാം കഴിഞ്ഞ് സിജോയുടെ ആ മറ്റേ ലാലേട്ടന്റെ മുന്നിലൊക്കെ വെച്ചിട്ട് ആ ഒരു സ്പീച്ചൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പീച്ചാണത്. പിന്നെ ഇപ്പൊ തിരിച്ചു കയറിയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കാട്ടുതീയാണെന്നോ കത്തിക്കുമെന്നോ പറഞ്ഞിട്ട് ഇവ എന്തു അതിനകത്ത് ഇന്ന് കാണിക്കുന്നത്. ഇവന് മനസ്സ് കേട്ടല്ലോ സുഖമുണ്ട്. ഇവ എന്തു കാണിക്കുന്നതിനകത്ത്. അപ്പൊ നീ ഇവിടെ കിടന്ന് ഇഴഞ്ഞിട്ടേ പോകത്തുള്ളൂ. ജിൻ്റെ അടുത്ത് പറയാം നീ ഇവിടെ കിടന്ന് ഇഴഞ്ഞിട്ടേ പോകത്തുള്ളൂ, നീ ശരണ്യെടുത്തിയതിന് നീ മാപ്പ് പറയണം. ഇവൻ ചുമ്മാതെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉള്ള സംഭവങ്ങൾ ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുക. അല്ല, സിജോയ്ക്കൊന്നും സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളല്ല. സിജോ വന്ന ടൈമിൽ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ചുമ്മാതെ കിടന്നങ്ങ് തള്ളാണ്. സ്വന്തമായിട്ടൊരു മഹാസംഭവമാണെന്നുള്ള രീതി കിടന്ന് തള്ളു. എല്ലാ യൂട്യൂബേഴ്സും സിജോയെ അറിയാവുന്ന ആൾക്കാരാണ്. എല്ലാവരും റിയാക്ട് ചെയ്യാൻ നോക്കാം. സിജോയൊക്കെ ആൾക്കാർ ഒരു നല്ല റെസ്പെക്റ്റോടെ കണ്ടതാണ്. ഇവൻ ഈ കാണിക്കുമ്പോഴത്തേക്ക് ഇതിലും ഭേദം ഇവൻ ഇടിയും കെട്ടി വെളി പോകുന്നതായിരുന്നു എന്നാണ് ഞാൻ പറയണത്. എല്ലാവരും റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കാര്യം ഇന്നിപ്പോൾ എന്താ ഗോപ്രോ വച്ചാൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളിക്കാരനൊക്കെ പറയുന്ന കേൾക്കണം. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ആരടാ ഈ നമ്മളെ മലപ്പുറം ഭാഷ തന്നെ ചോദിക്കണം, ആരാ ഈ സിജോ? വെറുതെ എന്താ പറയുക, ഒരു ദിവസം മുഴുവനും കംപ്ലീറ്റ് വാഴയായിട്ടിരുന്നിട്ട് അവിടെ ജാസ്മിൻ്റെ മൂഡ് താങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ജിൻഡോനോട് ഇവിടുന്ന് കരഞ്ഞ് മെഴുകിയിട്ട് പുള്ളി പറയാം നീ ആരാന്നല്ല ചോദിക്കുക. ഞാൻ സത്യം സീരിയസ് ആയിട്ട് പറയട്ടെ, ഈ വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ അത്രയധികം വിഷമമില്ല, പക്ഷേ പശ്ചാത്തപിക്കുന്നില്ല. ഞാൻ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ച് നോക്കുക. കാരണം വെച്ചാൽ മറ്റേ റോക്കിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിപ്പോയിട്ട് ഇവന് വേണ്ടിയിട്ട് അത്രയധികം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാട്ടോ ഞാൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇന്നിപ്പോൾ ആ ജയിലിൻ്റെ ഉള്ളിൽ നടന്നുള്ള പ്രശ്നത്തിൽ എല്ലാവരും കൂടി ജിൻഡോനെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ള ഞാനത് എടുത്തെടുത്ത് ജിൻഡോയ്ക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നല്ല പറഞ്ഞത്. മറ്റുള്ള ആ ഹൗസിലുള്ള മറ്റുള്ള ആൾക്കാരുടെ അത്ര രീതിയിൽ പറഞ്ഞ് കാര്യങ്ങൾ ഫലിപ്പിക്കാൻ അതിനുള്ളൊരു ഒരു എബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായി പോയി ജിൻഡോ, അല്ലേ? വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജിൻഡോയ്ക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് അതിനുള്ള ഒരു എബിലിറ്റി ഇല്ല. പുള്ളി പറയണ കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ, അതായത് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി വരുത്തി സംസാരിക്കാൻ പുള്ളിക്ക് അറിയത്തില്ല. അത് പുള്ളിയുടെ അത് ഒരു കുറവായിട്ട് തന്നെ നമുക്കത് കാണാം. മറ്റേ സിജോയുടെ ഒരു കേസ് പറഞ്ഞല്ലോ, ഇവൻ ഈ അടിയും കെട്ടി മെഴുകിയപ്പം എത്ര ആൾക്കാർ ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ. ഇവൻ തിരിച്ച് കയറണം, ഇവൻ നല്ല രീതിയിൽ തന്നെ വരണം, ഇവൻ കപ്പടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. ഇവൻ തന്നെ ഉള്ള വില കൊണ്ട് കളഞ്ഞു. ബിക്കോസ് എല്ലാ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ എന്തു പറയേണ്ടത്, ഇവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതല്ല കിട്ടുന്നത്. അവർ എല്ലാവർക്കും എതിരഭിപ്രായമാണ്. അതാണ് എല്ലാവരും ഇതിനെ പറ്റിയിട്ട് തിരിച്ചറിവ് പറയണത്. ഇവനത് തീർച്ചയായിട്ടും കിട്ടണം. അവൻ ചോദിച്ചു മേടിക്കുന്നതാണ്. അതിനകത്തോട്ട് കയറിയിട്ട് എന്ന് കത്തിക്കുന്നു മലമറിക്കുമെന്നും പറഞ്ഞിട്ട് ഈ തോന്നിവാസങ്ങൾ കാണിക്കാൻ കൊള്ളാവും. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിൽ. പിന്നെ ആകപ്പാടെ ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്തത് നന്ദനയാണ്. ഉള്ള കാര്യം പറയാല്ലേ, നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ ആ നന്ദനയ്ക്കും അഭിഷേക് കേക്കൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യണം. അവരെങ്കിലും അവിടെ നിന്ന് വോട്ട്, ആ പിള്ളേരെങ്കിലും അവിടെ നിൽക്കട്ടെ. ഈ പടുവാഴകളെ ഇങ്ങനെയുള്ള ടീമുകളെ ഒന്നും ദൈവത്തെ ഓർത്ത് പൊക്കിക്കൊണ്ട് വരരുത്. ഈ പറയുന്ന സായി ആയാലും ഈ പറയുന്ന മറ്റേ ഈ സിജു ആയാലും ഇവന്മാരെല്ലാം കണക്കാ. പിന്നെ അഭിഷേക് എസ് എന്ന് പറയുന്ന ഒരുത്തൻ ഇതുപോലൊരു സപ്പോർട്ട് കിട്ടിയ ഒരുത്തൻ ഇല്ലായിരുന്നു ആദ്യം ചെന്ന സമയങ്ങളിൽ. ഇപ്പൊ ഒരു കസേരയുണ്ട്, അതിനകത്ത് ചെന്നിരുന്നെങ്കിൽ ചുമ്മാ അങ്ങിരിക്കുക. അവന് തന്നെ അറിയില്ല അവൻ എന്തുവാ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും. അവന്റെ ആകപ്പാടെ വാ തുറന്നത് LGBT കമ്മ്യൂണിറ്റിക്കെതിരെ അവൻ സംസാരിച്ച്. അത് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു. പക്ഷെ അവന് എന്തുകൊണ്ടോ അവന് പുറത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാര്യം മറ്റേ അഭിഷേകായിട്ട് കമന്റിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അവൻ എനിവേ ആ ഒരു കാര്യത്തിൽ അവന് ഭയങ്കര മാസീവ് സപ്പോർട്ട് കിട്ടി.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ വാ ഉറന്നിട്ടില്ല. ജിൻഡോപ്പനെ ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഇട്ട് കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തി ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ മിക്കവാറും അണ്ണനെ രക്ഷിക്കാനായിട്ട് തമ്പി വരുന്ന ഒരു സീൻ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രതീഷ് തിരിച്ചു കയറുന്നു എന്നാണ് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 90% കൺഫേംഡ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ നാദറയൊക്കെ വീഡിയോ ഇട്ടേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായി കഴിഞ്ഞാൽ രതീഷ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പൊളിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാര്യം ആദ്യത്തെ വീക്കിൽ തന്നെ അത് പുറത്തായപ്പം തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാര്യം രതീഷ് ഒരിക്കലും വോട്ട് കുറഞ്ഞിട്ട് പുറത്ത് പോകുന്ന പോലും നമ്മൾ ആരും വിചാരിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും രതീഷ് വരണം. രതീഷ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ പേരുടെ മുഖമൊക്കെ വലിച്ചു കീറുന്ന ഒരു രംഗം നമുക്ക് കാണാം. എന്താ കഴിഞ്ഞാലും ഇന്നലെ ലൈവിൽ നടന്ന സംഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം. എണീറ്റ് അവിടെ പോയി കിടക്കണോ. അതായത് അവളുടെ മടിയിരുത്തി പേരിട്ട് വളർത്തിയ ആളെ പോലെ. ജാസ്മിനേക്കാളും എനിക്ക് തോന്നുന്നു 10-20 വയസ്സ് കൂടുതൽ പ്രായം കാണും ചിലപ്പോൾ ജിൻഡോയ്ക്ക്. ഒരു മര്യാദ വേണ്ടേ? ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആരാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ? എത്ര മോശം മനുഷ്യനും ആയിക്കോട്ടെ, അയാളോട് സംസാരിക്കുന്നതിനൊരു മര്യാദ വേണം. ഇനി താൻ എത്ര പ്രൊവോക്ക് ആയിക്കോട്ടെ ജാസ്മിനെ, ഇയാള് ഭയങ്കരമായിട്ട് അങ്ങ് പ്രൊവോക്ക് ആയിക്കോട്ടെ, പക്ഷെ അപ്പോഴും ഒരു മര്യാദ വേണം സംസാരിക്കുന്നതിന്. എടാ പോടാ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മടിയിരുത്തിയാണോ ആ മനുഷ്യന് പേരിട്ടത്? ജിൻഡോ എന്ന് താൻ വിളിച്ചോ, തൻ്റെ വിവരം അത്രേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പനെ വരെ പേര് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുള്ള നാട്ടിൽ താനും ചിലപ്പോൾ അതൊക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ തൻ്റെ ഇഷ്ടമായിട്ടായിക്കോട്ടെ. പക്ഷേ ഒരു മര്യാദ വേണം ഒരു മനുഷ്യനോട് പെരുമാറുന്നതിന്. ഒന്നാമത് അയാൾ അവിടെ കിടന്നുറങ്ങുകയാണ്. അയാളെ വിളിച്ചുണർത്തിയിട്ട് ഇയാൾ ഈ മുട കാണിച്ച മര്യാദ ഇവക്ക് കെട്ടാൻ പോകുന്ന ചെറുക്കനെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ അവിടെ ചെന്നിട്ട് പ്രേമമെന്ന് പറഞ്ഞ് ഇവക്കാണ് മര്യാദ. അത്രയൊക്കെ മര്യാദ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അവിടെ കിടന്ന ജിൻഡോ എടുത്ത് വിളിക്കുന്നുണ്ടല്ലേ, ഇന്നീറ്റ് പോടോ, നീ ആരടാ ജിൻഡോ മറ്റേ പറഞ്ഞു. ഇവക്ക് 23 വയസ്സുണ്ട്. അങ്ങേർക്ക് എത്ര വയസ്സുണ്ട്? ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന. ഇവക്ക് ഒരു ബോധവും ഇല്ല, ഇവക്കൊരു വിവരവും ഇല്ല. അവരാളെ കടന്ന് ചീത്ത വിളിക്കുക, അയാൾ കിടന്ന് അടിക്കുക. അവിടെ അത്രയും സ്ഥലം കിടപ്പുണ്ട്. അവർക്ക് അങ്ങോട്ടൊന്ന് മാറി കിടന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ജിൻഡോയുടെ ഭാഗത്തും ചെറിയ മിസ്റ്റേക്കുകളും ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ജിൻഡോ പിടിച്ച് അടിക്കാനും നീ മാറി കിടക്കാന്ന് പറയാനും അവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് അവൾക്ക് അവിടെ പോയി കിടക്കാൻ പറ്റാതെ അവൾ ആ സൈഡിൽ തന്നെ കയറി കിടക്കാൻ, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ശരിക്കും എടുത്തു വെച്ചിട്ട് ലാലേട്ടൻ ചോദിക്കേണ്ടത്. മെയിനായിട്ട് എപ്പിസോഡിൽ ചോദിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒരിക്കലും അവളെ ഫേവർ ചെയ്ത് വന്നിരുന്ന് സംസാരിക്കാൻ നിൽക്കരുത്. അവള് ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയിട്ട് സംസാരിക്കുക. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ സിബിന്റെ കേസ് അറിയാമല്ലോ. സിബിൻ ഇത്രയും നല്ല കുറെ കാര്യങ്ങൾ ചെയ്ത് മാക്സിമം എന്റർടൈൻ ചെയ്യിച്ചിട്ട് സിബിനെ കുറ്റമായിട്ട് അവിടെ പറഞ്ഞപ്പോൾ അവൻ മാനസികമായിട്ട് അവൻ തകർന്നു പോയി. അതുകൊണ്ട് ഈ ഒരു പോയിന്റ്സ് ഒക്കെ എടുത്തു വെച്ച് കാണിച്ച് ഇവിടെ വലിച്ചു കയറണം. പ്രത്യേകിച്ച് കാണിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവള് കാലിലെ നഖം കടിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കണം. ഒരു ബ്യൂട്ടി വ്ളോഗർ ആണെന്നാ പറയുന്നത്. നഖം കടിച്ചുകൊണ്ടിരിക്കുക കാലിലെന്ന്. അത് എങ്ങനെയാണെന്നോ എന്തോ കാലൊക്കെ എങ്ങനെയാണ് അതൊക്കെ കടിക്കാൻ പറ്റുന്നത്? ഞാനതായിരുന്നു ആലോചിക്കുന്നത്. അത് നല്ല ഫ്ലെക്സിബിലിറ്റി വേണം. ഒന്നാമത്തെ കാര്യം, കാല് അങ്ങനെ കടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചത്. അത്രയും ബുദ്ധിമുട്ടി അവൾ പ്രയാസപ്പെട്ട് കാലിന് നഖം കടിക്കണമെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിൽ കട്ടർ കിട്ടും. അല്ലെ അവിടെ തൊലി ഇളകിയിരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽ കട്ടർ ആയാലും മതിയല്ലോ, തൊലി കട്ട് ചെയ്ത് കളയാമല്ലോ. ഇത് ചെരുപ്പും വാങ്ങിക്കൊടുത്ത് എല്ലാം ചെയ്തിട്ട് അവൾ കാണിക്കുന്നുണ്ട്. അവളാണ് പറഞ്ഞത് മറ്റേ അവൾ ചെരുപ്പിടാതെ ബാത്റൂമിൽ കയറി ഇറങ്ങി നടക്കുന്ന സീൻ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ആ കാലാണ് അവളെടുത്ത് വായിൽ വെച്ച് കടിക്കുന്നത്. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. നിങ്ങളത് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. അയാൾ സമ്മതിച്ചു തരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഈ പെൺകുട്ടി എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? സത്യത്തിൽ എനിക്ക് ജാസ്മിനോടല്ല എനിക്കിത് കണ്ടപ്പോൾ ദേഷ്യം തോന്നിയത്. അതിനകത്ത് നിൽക്കുന്ന പടുവാഴകളോടാണ്. പടുവാഴകൾ സ്വന്തം കൺമുന്നിൽ ഒരു തെറ്റ് നടന്നിട്ട് പോലും പ്രതികരിക്കാൻ കഴിയാത്ത വെറും പടുവാഴകളാണ് സീസൺ 6-നകത്തുള്ളത്. അതാണ് ഈ സീസണിന്റെ ശാപം. ഞാൻ വീണ്ടും പറയുന്നു, സീസൺ 4-ലെയും 5-ലെയും ഒക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ സീസണിലുള്ള വാഴകളെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു എന്ന് പറയാതെ വയ്യ. 4-ലെയും ഈ 3-ലെ 5-ലൊക്കെ ഉണ്ടല്ലോ കിടിലൻ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുമായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ ഏറ്റു പിടിച്ചിട്ട് വിഷയം ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഈ സീസൺ 4-ൽ തന്നെ നമുക്ക് എടുക്കാം. കാര്യം ഈ ജാസ്മിനൊക്കെ എന്ത് കിടിലൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ബാക്കി ഒപ്പോണന്റ് ആയിട്ട് തന്നെ റോബിനും ബാക്കി എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രയോ ഫാർ ബെറ്റർ ആണ്. ഇത് വെറും ഊളകള് എല്ലാം കണ്ടോണ്ട് കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ജിൻഡോ പൊക്കി ഇന്നിപ്പിച്ചിട്ട് അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സിജോ ഉൾപ്പെടെ എല്ലാവരും ഈ ഷോ കണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും അതിനകത്തോട്ട് കയറിയിരിക്കുന്നത്. എന്നിട്ടാണ് ഈ പ്രവൃത്തി കാണിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതിനൊക്കെ എന്തുകൂടെ അതിനകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സൊക്കെ എല്ലാം അങ്ങ് മാറിപ്പോകുമോ? ഇനി പ്രത്യേക എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പരിപാടി വല്ലതും ഉണ്ടോ നമ്മുടെ മനസ്സ് മാറ്റുന്ന എന്തെങ്കിലുമൊക്കെ? എനിക്കറിയത്തില്ല എന്തായി കാണിക്കുന്നതെന്ന്. ഇത്രയും കണ്ടിട്ട് പോയിട്ടും ഇതെല്ലാം കണ്ടിട്ടും അവിടെ ഒരാൾ ഒഴിച്ച് ബാക്കി ആരും വോയിസ് റേസ് ചെയ്യുന്നില്ല ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക്. എല്ലാവരും ശരണ്യൊക്കെ എണീറ്റ് പോയിട്ട് ജിന്റെ ഒപ്പം മാറി കിടക്കാം,
നമുക്ക് ഇനിറ്റ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തു ഈ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ? നമുക്ക് ഈ ഷോ കാണുന്ന ആൾക്കാർക്ക് എന്തോ പറഞ്ഞ അവരെല്ലാവരും പൊട്ടന്മാരാക്കുന്ന പണിയല്ലേ കാണിക്കുന്നത്. ആൾക്കാർക്ക് നോർമലി ഇതൊക്കെ കാണുന്നവർക്ക് ചിലവർക്ക് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് പുറത്തിറക്കാനായിട്ടുള്ള പരിപാടി നോക്കത്തുള്ളൂ. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. സീരിയസ്ലി ഇമാതിരി വാഴകളെ ഞാൻ കണ്ടിട്ടില്ലേ എന്റെ പൊന്നെ. ഒന്നിനും കഴിയാത്ത കുറെ എണ്ണം. എന്തിനാടേ നീയൊക്കെ അവിടെ നിൽക്കുന്നത്? എന്തിന്? സിജോ ആണെങ്കിൽ എന്തോ അവിടെ കത്തിക്കുമെന്നോ? എന്റെ പൊന്നടാവേ, ഡയലോഗ് അടിയല്ലാതെ ഒരു തേങ്ങയും കാണുന്നില്ല. വന്ന അന്ന് തൊട്ട് ഈ ഡയലോഗ് അടി കാണുന്നുണ്ട്. ഇപ്പോഴെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇയാളൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് വീട്ടിലിരുന്നെങ്കിൽ ഉള്ള മാനമെങ്കിലും കിട്ടുമായിരുന്നു. ഇതിപ്പോൾ അവിടെ പോയിട്ട് ഒന്നിനും കൊള്ളാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തിന് കുറ്റിയും പറിച്ചു പോയത്? സായി ആ കാറിനകത്തിരുന്ന് വല്ല റിവ്യൂ ചെയ്താൽ പോരായിരുന്നോ? എന്തിന് സായി വലിഞ്ഞേറി അങ്ങോട്ട് കയറി പോയത്? ഇങ്ങനെ അന്തം വിട്ട് അവിടെ നോയിക്കൊണ്ട് നിൽക്കാനാണെങ്കിൽ സായി പോകേണ്ടിയിരുന്നില്ല. വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. ഒന്നിനും കൊള്ളാതെ എന്തിനാണ് അതിനകത്ത് പോയിരിക്കുന്നത്? നിങ്ങൾ ആർക്കെതിരെയാണ് ഗെയിം കളിക്കാൻ പോകുന്നത്? നിങ്ങൾ അതിനകത്തേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് അവിടെ നിറഞ്ഞു നിന്നിരുന്ന സ്ട്രോങ് പ്ലേയേഴ്സിനെതിരെ വാ തുറക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. ഇത് തന്നെ നമ്മൾ പറഞ്ഞത്. സീസൺ ഓഫ് പടുവാഴകൾ എല്ലാ എണ്ണം കുറെ വേസ്റ്റ് ആയിട്ടുള്ള കുറെ കണ്ടസ്റ്റൻസ് ഉള്ള വിലയും കൂടെ കളയാനായിട്ട്. ഈ ഒരു നിങ്ങളിപ്പോൾ തന്നെ പറയണം, ഈ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം കാണുന്നത് ഇവരെ ഈ രണ്ടുപേരെ മാത്രമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാര്യം മെനഞ്ഞാമത്തേക്ക് അവരുടെ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് 1.5-2 മണിക്കൂർ ഇത് തന്നെ കാണിക്കുവാണ്. ബിക്കോസ് വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല, വേറെ ആരും സംസാരിക്കുന്നില്ല. എല്ലാ എണ്ണവും സൈഡിൽ ചെന്നിരുന്ന് ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാൽ അവന്മാർ അവിടെ പോയത് സൂചിക്കാനല്ല, അവന്മാർ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാനാണ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത്. ഇത് അതിനകത്ത് കയറി ഇവന്മാരിരുന്ന് ചുമ്മാതെ വെറുതെ ഇരിക്കുന്ന കുറെ വാഴകൾ. അപ്പൊ ബിഗ് ബോസ് നോക്കുമ്പോൾ എന്തുവാ ആകെപ്പാടെ വെയിറ്റിംഗ് ഉള്ള ഒരു സാധനം ഈ ഒരു വിഷയമാണ്. അതാണ് അവർ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിലൊരു കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നല്ലോ നിഷാന, കോർണറായിട്ട് കയറിയ നിഷാന ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഒന്ന് ഫ്രീ ഡേ ആയപ്പോ ഇരുന്ന് ലൈവ് കാണാനിരുന്നതാ. 1.5 മണിക്കൂറായിട്ട് ഇത് തന്നെയാ കണ്ടോണ്ടിരിക്കുന്ന ജാസ്മിനും ഗബ്രീനും. എങ്ങനെ ഇരിക്കുന്നത്? അതിനകത്തെ കണ്ടസ്റ്റന്റ് ആണ്, അതിനകത്ത് നിന്നൊരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയണത്. 1.5 മണിക്കൂറായിട്ട് ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം വെറുത്തുപോയി. സീരിയസ്ലി പറയാമല്ലോ, ഈ ഒരു സാധനം കണ്ട് ഞാൻ ഉൾപ്പെടെ പറഞ്ഞു നമ്മൾ വെറുത്തുപോയി. ബിക്കോസ് ആൾക്കാർക്ക് ഇഷ്ടം ഇത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാര്യം കാണുമ്പോഴും. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ നെഗറ്റിവിറ്റി ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് ഇവിടെ ചീത്ത വിളിക്കുന്നത് സംസാരിക്കുന്നത് ആൾക്കാരുടെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കരമാണ്. കാര്യം ഈ ഒരു വിഷയത്തിൽ ഓരോ ആൾക്കാർ കമന്റിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉള്ളിൽ എന്തുമാത്രം ഈ ഒരു വിഷയത്തോടുള്ള ദേഷ്യമുണ്ട് എന്ന്. അവർക്കൊക്കെ സംസാരിക്കാൻ മേ ബി ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിന്റെ ഉള്ള ഒരു വിഷമമായിരിക്കും. അവർക്കൊക്കെ പ്രതികരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.